നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വഹത്ത് അൽ കറാമ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ വ്യൂ ഉണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല ഈ വ്യൂ. ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അകത്ത് ചെന്നിട്ട് പറയാം കേട്ടോ. ഗ്രാൻഡ് മോസ്ക്, അബുദാബിയുടെ സ്വന്തം ഗ്രാൻഡ് മോസ്ക് എല്ലാവരും അകത്തുനിന്നൊക്കെ കാണുന്നുണ്ടോ. വളരെ അടിപൊളിയാണ്, അകത്തുനിന്ന് സൂപ്പറാണ്. പക്ഷെ പുറത്തുനിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, വഹത്ത് അൽ കറാമ. ഇവിടെ നിന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. ഓക്കെ, അകത്ത് ചെന്നിട്ട് പക്കിയ കാര്യമല്ല കേട്ടോ. എങ്ങനെയുണ്ട്? സെറ്റ് വ്യൂ അല്ലേ? ഇവിടെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരണ്ടായിരുന്നു. സൺസെറ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സൂര്യൻ താന്നു പോയിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഗാലറി ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നല്ല ഷെയ്ഡൊക്കെ ഉണ്ട്. ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് റെസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാണ്ട് സെറ്റായിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പല ഫോട്ടോകളും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ലൈറ്റൊക്കെ വന്നതിന് ശേഷം ഈ റിഫ്ലക്ഷനിൽ ഫോട്ടോ ഒക്കെ എടുക്കാം അടിപൊളിയായിട്ട്. കുറേ നേരം ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഇരുന്നിട്ട് പോകാൻ പറ്റിയ സ്പേസാണ്. ഇതെങ്ങനെയുണ്ട് ഈ സെറ്റപ്പ്? അടിപൊളിയല്ലേ? ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ വരുവാണ് ഈ സെറ്റപ്പ്. ഇങ്ങനെ ഭയങ്കര ലുക്കാണ് ഇവിടെ നിന്ന്. എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ടറി ആണ് ഇവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എനിക്കറിയില്ല, ഈ ഏരിയയിൽ ഭയങ്കര ഒരു കാറ്റാണ്, നല്ല കാറ്റാണ് എപ്പോഴും. ഏത് സമയത്ത് വന്നാലും ഈ ഒരു കാറ്റ് ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. ഭയങ്കര രസമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഗ്രാൻഡ് മോസ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടൂറിസ്റ്റ് നമ്മൾ വിസിറ്റേഴ്സിൽ വന്നിട്ട് കാണാനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടേക്കൊന്നും എത്തിപ്പെടുന്നുണ്ടാവില്ല. സാധാരണ എത്തിപ്പെടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അകത്ത് പോയിട്ടാണ് കൂടുതൽ കാഴ്ചകളൊക്കെ കാണുക. എനിവേ, അകത്തുള്ള കാഴ്ചകളൊക്കെ ഗംഭീരമാണ്. പക്ഷേ അകത്തു നിന്നുള്ള കാഴ്ചേനേക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഇതാണ്. ഇവിടത്തേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് മോസ്കിനകത്തോട്ടും എൻട്രി ഫീസ് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് പോയതാണ്, ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മോസ്കിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, കറാമ അൽ ഹയാത്ത് എന്ന് പറഞ്ഞിട്ട്, അൽ ഹയാത്ത് കറാമ. അത് ഞാൻ ആ ഒരു പോസ്റ്റർ കാണിച്ചിട്ടുണ്ട്. അതിൽ ആ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നിങ്ങൾ ഈവനിങ് ടൈമിൽ വരണം. അതായത് ഒരു 5 മണിക്കൊക്കെ വന്ന് സൂര്യനെ അസ്തമിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അധികം നേരം സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ റിഫ്ലക്ഷൻ വാട്ടറിൽ, ഈ കാണുന്ന റിഫ്ലക്ഷൻ വാട്ടറിലുണ്ടല്ലോ, നമുക്ക് ഫോട്ടോസ് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. അതായത് ഗ്രാൻഡ് മോസ്കിൻ്റെ റിഫ്ലക്ഷൻ ഇതിൽ കറക്റ്റായിട്ട് വരും. ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്.